ഗോദ കുഞ്ഞിരാമായണത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് ഗോദ. കുഞ്ഞിരാമായണം ഒരു ചെറിയ സിനിമയായിരുന്നു. ഗോദ കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള ഒരു സിനിമയാണ്. ഗുസ്തി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഗുസ്തി എന്ന് പറയുന്ന സ്പോർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമയെക്കാളും രണ്ടാമത്തെ സിനിമയാണ് ആൾക്കാർ കൂടുതൽ ജഡ്ജ് ചെയ്യപ്പെടുക, അയാളുടെ ഒരു കാലിബർ. അപ്പൊ അത് ഈ സിനിമയായിരിക്കും അപ്പോൾ കൂടുതൽ ആൾക്കാർ നോക്കിക്കാണുന്ന സിനിമയെന്ന് എനിക്ക് തോന്നുന്നു കുഞ്ഞിരാമായണത്തെക്കാളും. ആദ്യത്തെ സിനിമയ്ക്ക് നമുക്ക് അത്രയും ഒരു പ്രതീക്ഷകളുടെ ഭാരമില്ല. ആക്ച്വലി ഗോദയിലേക്ക് വരുമ്പോൾ കുഞ്ഞിരാമായണം തിയേറ്ററിൽ കുറച്ച് ഓടിയ സിനിമ ആയതുകൊണ്ട് തന്നെ ഗോദയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രതീക്ഷയുടെ ഭാരം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം എഫേർട്ട് ഈ സിനിമയിൽ ആവശ്യമുണ്ടായിരുന്നു. അത് ഞങ്ങൾ എല്ലാവരും ടെക്നീഷ്യൻസും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ ഒരു എഫേർട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. 1.5 വർഷത്തോളം ഉണ്ടായിരുന്നു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ മുതൽ സ്ക്രിപ്റ്റിംഗ് മുതൽ സിനിമയുടെ റിലീസ് വരെ 1.5 വർഷത്തോളം ഉണ്ട് ഈ സിനിമയുടെ എഫേർട്ട് ഞങ്ങളുടെ മുമ്പിൽ. അപ്പൊ ഞങ്ങൾ എല്ലാവരും അത്യാവശ്യം കഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഞാൻ മാത്രമല്ല, വിഷ്ണു ശർമ്മ, ക്യാമറാമാൻ വിഷ്ണു ശർമ്മ, മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ, എഡിറ്റർ അഭിനവ് സുന്ദർ നായക്, ലിറിസിസ്റ്റ് മനു മഞ്ജിത്ത്, സ്ക്രിപ്റ്റ് റൈറ്റർ രാകേഷ് മണ്ടോടി, അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് മറ്റ് ടെക്നീഷ്യൻ ആർട്ട് ഡയറക്ടർ ത്യാഗു ചേട്ടൻ, സമീറ ചേച്ചി, മറ്റ് ടെക്നീഷ്യൻസ്, പിന്നെ അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ രഞ്ജി സാർ, ടൊവിനോ, വാമിക, അജുവേട്ടൻ, അങ്ങനെയുള്ള ഒരു വലിയ ആർട്ടിസ്റ്റുകൾ. അവരെല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി മാക്സിമം ഫിസിക്കലിയും അല്ലാതെയുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ഗോദ എന്ന് പറയുന്നത്. ഗോദ കുഞ്ഞിരാമായണം ചെയ്ത് കഴിഞ്ഞിട്ട് 2015 ഗോദയുടെ ഒരു കഥ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. 2013 തിര എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു. ആ തിരയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് രാകേഷ് മണ്ടോടി എന്ന് പറയുന്ന ആൾ. അപ്പൊ രാകേഷ് ചേട്ടനുമായിട്ട് അന്ന് തിര എന്നുള്ള പരിചയമാണ്. അപ്പൊ തിര കഴിഞ്ഞതിന് ശേഷം രാകേഷ് ചേട്ടൻ വേറെ സിനിമ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2013 മുതൽ അപ്പോൾ പുള്ളി വേറെ സിനിമ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പുള്ളിയുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഗോദയുടെ സബ്ജക്ട്. ഒരു പെൺകുട്ടി, റെസ്ലർ, നാട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്ട്. അപ്പൊ അത് ഗീത ഫൊഗാട്ട് എന്ന് പറയുന്ന റെസ്ലറിന്റെ ഒരു ബേസ് വെച്ചിട്ടായിരുന്നു ആ ക്യാരക്ടർ നമ്മൾ ബേസ് ചെയ്തിരുന്നത്. അപ്പോ രാകേഷ് ചേട്ടനുമായിട്ട് അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ രാകേഷ് ചേട്ടൻ സബ്ജക്ട് പറഞ്ഞപ്പോൾ ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിലെ ഗുസ്തി എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്, റെസ്ലിംഗ്. ആ സമയത്ത് റെസ്ലിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയും ഒരു ഭാഷയിലും ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റെസ്ലിംഗ് എന്ന് പറയുന്ന സ്പോർട്ട് കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു സ്പോർട്സ് മൂവിയിൽ നമ്മൾ റെസ്ലിംഗ് കണ്ടിട്ടില്ല. നമ്മൾ ബോക്സിംഗ് കണ്ടിട്ടുണ്ട്, ക്രിക്കറ്റും ഫുട്ബോളും ഹോക്കിയും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ റെസ്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് മൂവിയിൽ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി റെസ്ൽ ചെയ്യുന്നു, അങ്ങനത്തെ ടൊവിനോ, വാമിക, രഞ്ജി സാർ, ഇവരെല്ലാവരും ഈക്വലി ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ് സിനിമയിലുള്ളത്. എങ്കിലും പെൺകുട്ടിയാണ്, വാമിക ഗബ്ബിക്കാണ് മെയിൻ ആയിട്ടുള്ള റെസ്ലിംഗ് സീക്വൻസുകളുള്ളത് ഈ സിനിമയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് തോന്നി. അപ്പൊ ആ 1-2 ഫാക്ടറാണ്, ലൈക്ക് റെസ്ലിംഗ് എന്ന് പറയുന്ന സ്പോർട്ടും ഈ പെൺകുട്ടി റെസ്ൽ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. മെയിൽ ഡോമിനന്റ് സൊസൈറ്റിയിൽ ഒരു പെൺകുട്ടി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അത് രണ്ടുമാണ് ഈ സിനിമയിലേക്ക്, തീമിലേക്ക് എത്തിയത് 2015. ആ സമയത്താണ് ഞങ്ങൾ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് തുടങ്ങുന്നത്. 2016 ജൂണിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. 2016 ഡിസംബറിലാണ് ഷൂട്ട് തീരുന്നത്. 55 ദിവസമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പക്ഷെ 6 മാസം എടുത്ത് ഷൂട്ട് തീരാൻ. ഇടയിൽ വെച്ച് നായിക വാമികയ്ക്ക് പറ്റിയ ഇഞ്ചുറിയും പിന്നെ അങ്ങനെ ഷൂട്ട് 2-3 മാസത്തോളം മുടങ്ങിപ്പോയി. ഇടയ്ക്ക് പിന്നെ ഷൂട്ട് ഡിമോണിറ്റൈസേഷൻ കാരണം വീണ്ടും റെസ്യൂം ചെയ്യാൻ ശ്രമിച്ചപ്പോഴും വീണ്ടും നീണ്ടുപോയി. പിന്നെ അവസാനം റിലീസിന്റെ സമയമായപ്പോഴേക്കും തിയേറ്റർ സ്ട്രൈക്ക് വന്നു. ഡിസംബറിൽ റിലീസ് ചെയ്യാൻ വെച്ചിരുന്നു, അത് നടന്നില്ല. അങ്ങനെ ഫെബ്രുവരിയിൽ അങ്ങനെ കുറച്ചധികം നീണ്ടു പോയായിരുന്നു ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട്. സ്റ്റിൽ ഇപ്പതാ ഫെബ്രുവരി കഴിഞ്ഞു. അത് കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ്. ഇപ്പൊ മെയ്യിൽ 19-ാം തീയതി റിലീസ് ചെയ്യാനുള്ള ഒരു ഡേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ പഞ്ചാബി പെൺകുട്ടികൾ മോനെ, അവരുടെ കളറുണ്ടല്ലോ, നല്ല വെളഞ്ഞ ഗോതമ്പ് പശുവും പാലിൽ അരച്ചാൽ കിട്ടുന്ന കളറില്ലേ, ആ കളറാണ്. ടൊവിനോയിലേക്ക് എത്തിയത് സിനിമയുടെ ഏറ്റവും ആദ്യം നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ടൊവിനോയുടെ ക്യാരക്ടറാണ്. ആഞ്ജനേയ ദാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിൽ ഇത്തിരി അലസനായിട്ടുള്ള വലിയ ജോലിയൊന്നും ഇല്ലാതെ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാതെ നടക്കുന്ന ഒരു പയ്യന്റെ ക്യാരക്ടറാണ്. ഒരു നാടൻ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പയ്യന്റെ ക്യാരക്ടറാണ്. അത് ടൊവിനോയിലേക്ക് എത്തിയത് ടൊവിനോ ഒരു പുതിയൊരാളെ വെച്ച് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറിനെ വെച്ച് ചെയ്യുന്നതിലും അന്ന് ടൊവിനോ ഈ സിനിമയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗപ്പിയും എസ്രയും മെക്സിക്കൻ അപാരതിയൊന്നും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടൊവിനോനെ
ലീഡ് റോൾ ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്തത് ഗോദയിലായിരുന്നു. അപ്പോ ടൊവിനോയില് അങ്ങനെ ടൊവിനോയിലൊരു കാലിബർ ഉണ്ടെന്ന് പല സിനിമ കണ്ടപ്പോഴും തോന്നിയിരുന്നു. ഇന്ന് നിന്റെ മൊയ്തീൻ കണ്ടപ്പോഴും യൂട്യൂബ് റിട്ടേഴ്സ് കണ്ടപ്പോഴൊക്കെ തോന്നിയിരുന്നു. അപ്പൊ ടൊവിനോനെ ഒന്ന് ഒരു ഇതിലേക്ക് കൊണ്ടുവരണം, ഒരു മെയിൻ ലീഗിലേക്ക് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ടൊവിനോയിലേക്ക് നമ്മൾ ആദ്യം പോയത്. ടൊവിനോന്റെ ഹ്യൂമർ, ചെറിയ എലമെന്റ്സ് ഒക്കെ, ഷെയ്ഡ്സ് ഒക്കെ യൂട്യൂബ് റിട്ടേഴ്സിലുണ്ട്. അപ്പൊ ടൊവിനോ പിന്നെ ഫിസിക്കലി അത്യാവശ്യം നല്ല ബിൽട്ട് ആയിട്ടുള്ള ഒരാളാണ് ടൊവിനോ. അപ്പൊ ഗുസ്തിക്കാരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഗുസ്തി അഭ്യസിച്ചിരുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ ജെന്യൂൻ, കൺവിൻസിങ് ആയിരിക്കും ആൾക്കാർ, നല്ലൊരു ഫിസിക്ക് ഉള്ളതുകൊണ്ട്. അങ്ങനെയാണ് ടൊവിനോയിലേക്ക് എത്തിയത്. ടൊവിനോ അതിനുശേഷം ഗുസ്തി ട്രെയിൻ ചെയ്യുകയും ബോഡി ബിൽഡിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്തു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 4 മാസത്തോളം. വാമിക ഗബ്ബിയിലേക്കാണ് അടുത്തതിലേക്ക് എത്തിയത്. വാമിക ഗബ്ബിയുടെ ക്യാരക്ടർ നമുക്ക് വേണ്ടിയിരുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം, പക്ഷെ ഗുസ്തിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറാണ് വാമികയുടെ ക്യാരക്ടർ നമ്മൾ നോക്കിയിരുന്നത്. അതിനുവേണ്ടി നമ്മൾ കുറെ ആൾക്കാരെ അന്വേഷിച്ച് ചെയ്തായിരുന്നു. പക്ഷെ മാലേ നേരത്തെ മയക്കം എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ ഇറങ്ങി. ആ സിനിമയിൽ ഒരു മെച്യൂർഡ് ക്യാരക്ടറായിട്ട് വാമിക അഭിനയിച്ചിരുന്നു. വാമികയുടെ അതിൽ പെർഫോമൻസ് വൈസ് വാമിക നന്നായിട്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയാണ് വാമികയുടെ വിക്കിപീഡിയയും ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുമ്പോൾ വാമിക റിയലി കഥക് ഡാൻസറാണ്. വാമിക പഞ്ചാബി തന്നെയാണ്, സിനിമയിലും പഞ്ചാബി ക്യാരക്ടറാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ ഒരുപാട് എലമെന്റ്സ് വാമികയായിട്ട് ബന്ധപ്പെട്ട് വന്നു. അപ്പോൾ കഥക് ഡാൻസർ ആയതുകൊണ്ട് റെസ്ലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വാമികയ്ക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ വാമിക 6 മാസം റെസ്ലിംഗ് ട്രെയിനിങ് ചെയ്തു അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട്. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഗുസ്തി ട്രെയിനിങ് ചെയ്തിട്ടാണ് വാമിക വന്നത്. അപ്പോൾ വാമികയുടെ ക്യാരക്ടർ നമുക്ക് വേണ്ടിയിരുന്ന, നമ്മൾ ഉദ്ദേശിച്ച ഒരേ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു വാമികക്കകത്ത്. രഞ്ജി സാറിലേക്ക് വന്നത് അദ്ദേഹം നമുക്ക് ആ ഒരു ഏജിൽ 55 to 60 ഏജിൽ നല്ലൊരു ഫിസിക്കുള്ള നല്ല ഒരു ഗുസ്തിക്കാരനായിരുന്നു, പഴയ ഗുസ്തിക്കാരനായിരുന്നു എന്ന് പറഞ്ഞാൽ കൺവിൻസിങ് ആവുന്ന ഒരാൾ വേണമായിരുന്നു. അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ രഞ്ജി സാർ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം സാറിന്റെ പോലത്തെ ഒരു ഫിസിക്ക്, സാർ അത്രയും കെയറിംഗ് ആയിട്ടാണ് ബോഡി നോക്കുന്നത്. 30 വർഷത്തോളമായിട്ട് ജിമ്മ് മുടക്കാത്ത ആളാണ് അദ്ദേഹം. പഴയ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ് അദ്ദേഹം. അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. ഈ ക്യാരക്ടർ അത്രയും കൺവിൻസിങ് ആകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആൾ രഞ്ജി സാർ ആണെന്നുള്ളൊരു ഒരു നിഗമനത്തിൽ നിന്നാണ് രഞ്ജി സാറിലേക്ക് നമ്മൾ കാസ്റ്റിംഗ് എത്തിയത്. അപ്പൊ അങ്ങനെയാണ് 3 മെയിൻ ലീഡുകളായത്. ഈ സിനിമയിൽ നമ്മൾ പറയുന്ന പോലെ 3 മെയിൻ ലീഡുകളാണുള്ളത്. രഞ്ജി സാറും ടൊവിനോയും വാമിക. ഇവരെ ബേസ് ചെയ്തിട്ടാണ് സിനിമ കംപ്ലീറ്റ്ലി പോകുന്നത്. ബാക്കി സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. അജുവേട്ടൻ, ധർമ്മജൻ, ബിജുക്കുട്ടൻ, ഹരീഷ് കണാരൻ, ശ്രീത് രവി, മാമുക്കോയ, അങ്ങനെ ഒരുപാട് സപ്പോർട്ടിംഗ് ആക്ടേഴ്സും ഉണ്ട് ഈ സിനിമയിൽ. പക്ഷെ 3 പേരും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. മെയിൻ ലീഡ് റോൾസ് ആയിട്ട് ചെയ്യുന്ന 3 പേർക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. നമ്മളിത് ഈ പറയുന്ന സിനിമകളൊക്കെ അനൗൺസ് ചെയ്യുന്നതിനും സുൽത്താൻ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പും ദങ്കൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത സമയത്ത് ദങ്കൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്, പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ ആ ദങ്കലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് റിലീസ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആദ്യം വിചാരിച്ചിരുന്നത്. ദങ്കൽ എന്താണ്, കഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഗുസ്തി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അത് വരാനിരിക്കുന്നതെന്ന് അറിയായിരുന്നു. പക്ഷെ എന്തൊക്കെയോ പല കാരണങ്ങളുകൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് പറഞ്ഞ സമയത്ത് തീർക്കാനും റിലീസും കറക്റ്റ് സമയത്ത് എത്തിക്കാനും നമുക്ക് പറ്റിയില്ല. ഇഞ്ചുറിയും നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ കാരണം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അപ്പോഴൊന്നും ഇതിൽ നിന്ന് പിന്മാറിയില്ല. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും എല്ലാ പ്രതിസന്ധികൾ വന്നപ്പോഴും നമ്മൾ പിന്മാറാതിരുന്നത് നമ്മുടെ സബ്ജക്റ്റ് കുറച്ചുകൂടെ വേറൊരു ഹ്യൂമറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. ബാക്കി രണ്ടും ദങ്കൽ എന്ന് പറയുന്നത് ബയോഗ്രഫിക്കൽ ഡ്രാമയാണ്, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് വലിയൊരു സിനിമയാണ്. ആമിർ ഖാനെ പോലത്തുള്ള ലെജൻഡറി ആക്ടർ അഭിനയിക്കുന്ന വലിയ ഒരു സിനിമയാണ്, വലിയ ബജറ്റിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ദങ്കലുമായിട്ട് നമുക്ക് ഇതിനൊരു കമ്പാരിസൺ ചെയ്യുന്നത് തന്നെ വളരെ തെറ്റാണ്. പക്ഷെ ഗുസ്തി എന്ന് പറയുന്ന സ്പോർട്ട് അതെങ്ങനെ ഈ 2 സിനിമയിലും നമുക്ക് ഒരു വാവ് ഫാക്ടർ ചിലപ്പോൾ മിസ്സാവും. ദങ്കൽ എന്ന് പറയുന്ന സിനിമ ആദ്യം ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഗുസ്തിയിലെ വാവ് ഫാക്ടർ ചിലപ്പോൾ മിസ്സായി പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യം. ബാക്കിയെല്ലാം കൊണ്ട് നമുക്ക് ഈ സബ്ജക്റ്റിൽ യാതൊരുവിധ സിമിലാരിറ്റി ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയായിരുന്നു. ഇത് ഹ്യൂമർ, ചെറിയ മലയാളം, സാധാരണ മലയാള സിനിമയാണ്. ഫാമിലി ഓഡിയൻസിനും എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഗുണം എന്തായിരുന്നു വെച്ചാൽ ഡങ്കൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഈ വാവ് ഫാക്ടർ പോയെങ്കിലും ഡങ്കൽ ഇറങ്ങിയതോടെ ആൾക്കാർ കുറച്ചുകൂടെ ഗുസ്തിയെക്കുറിച്ച് മനസ്സിലാക്കി. ഗുസ്തി കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പൊ നമുക്കിനി ആൾക്കാരെ ഗുസ്തിയെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു കടമ്പ ഇനിയിപ്പോ സിനിമയിൽ ആവശ്യമില്ലാതായി. സിനിമ കുറച്ചുകൂടെ ഈസി ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിലേക്ക് വന്നു. ആൾക്കാർ റെസ്ലിംഗ് കണ്ടു ഓൾറെഡി, ആദ്യമായിട്ടല്ല കാണുന്നത് ഈ സിനിമയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് കുറഞ്ഞു കിട്ടി. ആക്ച്വലി കുഞ്ഞിരാമായണം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു
ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് അയാളുടെ രണ്ടാമത്തെ സിനിമയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഉത്തരവാദിത്തമായിരുന്നു. ആ ഒരു പ്രതീക്ഷയുടെ ഭാരം വളരെ വലുതായിരുന്നു. കുഞ്ഞുരാമായണം പോലത്തെ ഒരു ചെറിയ ക്യാൻവാസിൽ ഒരു ചെറിയ ആ ഒരു ഒതുങ്ങി കൂടുന്ന ഒരു സബ്ജക്റ്റേ അല്ല. നമുക്കിതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. പഞ്ചാബി ലാംഗ്വേജിൽ നിന്നുള്ള ആൾക്കാർ അഭിനയിക്കുന്നു, ഹിന്ദി ആക്ടേഴ്സ് അഭിനയിക്കുന്നു, തമിഴ് ആക്ടേഴ്സ് അഭിനയിക്കുന്നു, മലയാളത്തിൽ തന്നെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ലാംഗ്വേജ് ഇഷ്യൂസ്, പല പല ടെറൈൻസ്, പല പല ലൊക്കേഷൻസിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. പഞ്ചാബിൽ തന്നെ ലുധിയാന, പട്യാല, ചണ്ഡീഗഡ്, തമിഴ്നാട്ടിൽ പഴനി, കേരളത്തിൽ ഒറ്റപ്പാലം, മഹാരാഷ്ട്രയിൽ കോലാപ്പൂർ, അങ്ങനെ പല നാടുകളിൽ ഷൂട്ട് ചെയ്യുന്നു. പല പല ആൾക്കാരെ എൻകൗണ്ടർ ചെയ്യുന്നു, പല ലാംഗ്വേജസ്, പല ആർട്ടിസ്റ്റുകൾ, അങ്ങനെ ഒരുപാട് ചാലഞ്ചസ്, ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഗുസ്തി എന്ന് പറയുന്ന ഒരു സ്പോർട്ട് നമ്മൾ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കുക എന്നുള്ളത്, നമ്മൾ ഫ്രം ദ സ്ക്രാച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ കണ്ട് ഇപ്പൊ ഡങ്കൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അത് കണ്ട് കോപ്പി അടിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ആൾക്ക് ചിലർ കോപ്പി അടിച്ചു എന്നൊക്കെ പറയുന്നത് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര റിസ്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളൊരു ഗുസ്തി എന്ന് പറയുന്ന ഒരു സ്പോർട്ട് പുതിയതായിട്ട് എടുത്ത് ഇപ്പോൾ വേറെ ഒരു സ്പോർട്ടാണെങ്കിലും, ഇപ്പോൾ ബോക്സിംഗ് ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ അത് ആൾക്കാർക്ക് അറിയാം കുറച്ചുകൂടെ. അപ്പോൾ ഒരു ക്രിക്കറ്റിൽ ഇപ്പോൾ ഒരു ഡ്രമാറ്റിക് മൊമെന്റ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു ബോളിൽ 6 റൺ വേണം ജയിക്കാൻ എന്നുള്ളൊരു മൊമെന്റ്, ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നാൽ അതൊരു ഡ്രമാറ്റിക് മൊമെന്റ് ആണ്. ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് ആൾക്കാർ ആ മൊമെന്റ് കാണുമ്പോൾ ടെൻഷൻ അടിക്കും. ആൾക്കാർ നെയിൽ ബൈറ്റിംഗ് ആയിട്ടായിരിക്കും ചിലപ്പോൾ കാണുക. റെസ്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്പോർട്ടിൽ അങ്ങനത്തെ ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ റെസ്ലിംഗ് പഠിക്കണം. റെസ്ലിംഗ് പഠിച്ചതിന് ശേഷം നമ്മളത് ഓഡിയൻസിനെ കാണിക്കുമ്പോൾ അത് കാണുന്ന ഓഡിയൻസിന് ആ ഡ്രമാറ്റിക് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവണം. അങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ സൗണ്ടിന്റെ സപ്പോർട്ട് നമുക്ക് ഭയങ്കര കുറവാണ് റെസ്ലിംഗിൽ. റെസ്ലിംഗ് വിഷ്വലി അത്ര എന്താ പറയാ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സ്പോർട്ട് അല്ല റെസ്ലിംഗ്. ബോക്സിംഗ് ആകുമ്പോൾ ഇടിക്കും, ബ്ലഡ് വരും, ബോൺസ് ക്രാക്ക് ആവും, ഇടിക്കുന്ന സൗണ്ട് ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ കേൾക്കാൻ പറ്റും. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു സപ്പോർട്ടും ബാക്കി എല്ലാ സ്പോർട്ടുകൾക്കും ഉണ്ട്. ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും. റെസ്ലിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെക്നിക്സിലാണ്, അതിന്റെ ലോക്കുകളും ഗ്രാപ്പുകളിലുമാണ് റെസ്ലിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെസ്ലിംഗ് എന്ന് പറയുന്ന സ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്വലി ഇതിനെ ഭയങ്കരമായിട്ട് ഡ്രമാറ്റൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ആ ഒരു ഫാക്ടർ ഇതിനകത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഓവർകം ചെയ്യണമായിരുന്നു. ഇതെല്ലാം ഓവർകം ചെയ്ത് പിന്നെ അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിസ്റ്റുകൾ അവർ റെസ്ലിംഗ് പഠിച്ച് അത് ചെയ്താൽ അതിനനുസരിച്ച് കൺവിൻസിംഗ് ആയിട്ട് ചെയ്താലേ ആ ഒരു കൺവിൻസ് ആവുള്ളൂ, ആ ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫേക്ക് ചെയ്ത് തട്ടിപ്പ് കാണിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ ഇതിനെ കാണിക്കായിരുന്നു. പക്ഷെ ആർട്ടിസ്റ്റ് അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലേ ഇത് നല്ല നമ്മൾ ഒരു വർക്ക് ചെയ്തൊരു ഫീൽ, നമ്മൾ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അത് അതിൻ്റെ അകത്ത് വർക്ക് നമ്മൾ ചെയ്ത് കാണണം ആൾക്കാർ. അത് നമുക്കൊരു തട്ടിക്കൂട്ടി ഒരു സിനിമ ചെയ്യുക എന്നുള്ളതിന് അപ്പുറം കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതിലാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക്, സിനിമ എന്നൊരു ആർട്ട് ഇഷ്ടപ്പെട്ട് വന്നത് ആ ഒരു പ്രോസസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഓരോ സ്റ്റേജും നമ്മൾ എത്ര ചാലഞ്ചസ് ഫേസ് ചെയ്താലും എത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഫിലിം മേക്കർ എന്ന് സംബന്ധിച്ചിടത്തോളം ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. അത് എല്ലാ ഫേസിനും അതിന്റെ ഓരോരോ ചാലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും. സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് തൊട്ട് പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും ഷൂട്ടിങ്ങിന്റെ ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷനിലാണെങ്കിലും റിലീസിന്റെ സമയത്താണെങ്കിലും റിലീസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഓരോ സ്റ്റേജിലും വലിയ റെസ്പോൺസിബിലിറ്റീസും ചാലഞ്ചസുമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ചാലഞ്ചസ് അത് അത്രയും അതിന്റേതായ എക്സൈറ്റ്മെന്റിൽ അതിന്റെ ഒരു എനർജിയിൽ നമ്മൾ എടുക്കുന്നത് പറയുന്നത് അതാണ് ഈ ഒരു ആർട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ നമ്മൾ പ്രയത്നിക്കുന്നത്. അതാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ എലമെന്റും എല്ലാ ഫാക്ടറും പ്രോസസ്സും നമ്മൾ എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അത് അത്രമാത്രം എഫക്റ്റീവ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എല്ലാവരും അത് പ്രായോഗികമായിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മളും ഗുസ്തി പഠിച്ചിട്ട് വേണം തന്നെ ചെയ്യാൻ. ഞങ്ങളെല്ലാവരും ഗുസ്തി പഠിച്ചു. ഞാനും ഗുസ്തി പഠിച്ചു, വിഷ്ണു ക്യാമറാമാൻ ഗുസ്തി പഠിച്ചു, സ്ക്രിപ്റ്റ് റൈറ്റർ ഗുസ്തി പഠിച്ചു. എല്ലാവരും ഗുസ്തി പഠിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗുസ്തി ചെയ്യല്ല. ഗുസ്തിന്റെ റൂൾസും ഗുസ്തി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗുസ്തി എന്തൊക്കെ മൂവുകളാണ് ഗുസ്തിയിലുള്ളത്, എങ്ങനത്തെ രീതിയിലാണ് പോയിന്റുകൾ കിട്ടുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു എഫക്റ്റ് സിനിമയിൽ ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ ഷോർട്ട് ഫിലിംസിനാണ് സിനിമയിലേക്ക് വന്നത്. എന്റെ നാട് വയനാടാണ്. അവിടെ സിനിമ എന്ന് പറയുന്നത് ഒട്ടും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടേ അല്ല. അവിടെ സിനിമാക്കാരും വളരെ കുറവാണ്. സിനിമ ഷൂട്ടിംഗ് ഒരിക്കലും നടക്കാത്തൊരു സ്ഥലമാണ്. എന്റെ അച്ഛൻ ഒരു പ്രീസ്റ്റാണ്, പള്ളിയിൽ അച്ഛനാണ്. എന്റെ ഫാമിലി ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ഒട്ടും തന്നെ ഇല്ലായിരുന്നു തന്നെ പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ഷോർട്ട് ഫിലിംസ് എടുത്ത്
നമ്മൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യുക, അത് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഈ ഒരു പ്രായത്തിൽ നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ട് നമ്മൾ ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് ഈ ഒരു പ്രായത്തിൽ മാത്രമാണ്. പിന്നീട് എന്തെങ്കിലും ഫാമിലിയൊക്കെ ആയിക്കഴിഞ്ഞ് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോഴൊക്കെ പിന്നെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഈ നല്ല പ്രായത്തിൽ നമ്മളിത് ഇങ്ങനത്തെ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ മാത്രമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കുന്നതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആവുമോ ഫെയിലിയർ ആവുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാക്ടർ. പിന്നീട് അത് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു 10 വർഷം വരെ 20 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് അത് ചെയ്യാമായിരുന്നു, ഇന്ന് അങ്ങനെയായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ആർക്കോ വേണ്ടി ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ എനിക്കൊന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളത് നമ്മളൊരിക്കലും ഓർത്ത് വിഷമിക്കാൻ പാടില്ല. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്സ് കാരണം കൊണ്ട് മാത്രമാണ് സിനിമ എന്നുള്ള ഒരു ഇതിനു വേണ്ടി ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നു, ഷോർട്ട് ഫിലിം എടുക്കുന്നു. അത് പിന്നെ എല്ലാം ഒരു യോഗമാണ്, ദൈവാനുഗ്രഹമാണ്. അത് വിനീതേട്ടൻ കാണുവാനും ഷോർട്ട് ഫിലിം കാണുവാനും പെട്ടെന്ന് അവിചാരിതമായിട്ട് ഫേസ്ബുക്കിൽ അയച്ച മെസ്സേജ് കണ്ട് ആ മെസ്സേജ് വായിച്ച് ഒരുപാട് പേർക്ക് അയച്ച മെസ്സേജ്, ഷോർട്ട് ഫിലിം എടുത്തു, ആ ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് യൂട്യൂബ് ലിങ്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ആയിട്ട് അയച്ചു. അത് ഒരുപാട് പേർക്ക് അയച്ചു. അതിൽ കണ്ട ഏക വ്യക്തി എന്ന് പറയുന്നത് അജു വർഗീസാണ്. അദ്ദേഹം മെസ്സേജ് അയച്ചു, തിരിച്ച് റിപ്ലൈ ചെയ്തു, ഫോൺ നമ്പർ ചോദിച്ചു, വിളിച്ചു, കുറെ നേരം സംസാരിച്ചു. പുള്ളിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പ്രിയമത കാതരയാണോ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ്. അങ്ങനെയാണ് അജു ഏട്ടനാണ് ഷെയർ ചെയ്തിട്ടാണ് വിനീതേട്ടൻ ആ ഷോർട്ട് ഫിലിം കാണുന്നത്. അങ്ങനെയാണ് വിനീതേട്ടൻ അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് തിര എന്ന് പറയുന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര അവിചാരിതമായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് തുടർന്നാണ് കുഞ്ഞിരാമായണം എന്ന സബ്ജക്ട് ഡിസ്കസ് ചെയ്യുന്നത്, കുഞ്ഞിരാമായണത്തിലേക്ക് എത്തുന്നു. അപ്പോ വളരെ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. അതായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഞാൻ എല്ലാരെയും പോലെ അല്ലെങ്കിൽ പല ആൾക്കാരും പല പ്രതിസന്ധികൾ കാരണം നിന്നു പോകുന്ന ആൾക്കാരുണ്ട്. പ്രാരാബ്ദങ്ങൾ ഉണ്ടാവും, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ കാരണം ഈ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തുപോയി റിസ്ക് എടുക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റി. അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. അപ്പൊ അത് നമ്മൾ ഇപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കിട്ടി. ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വന്നു, ഇപ്പൊ 2 സിനിമ ചെയ്തു. അപ്പൊ ഇനി ആ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സിനിമ 10,000 ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എന്റെ അങ്ങോട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ ആൾക്കാരെ നമ്മളെ പ്രതീക്ഷിച്ച് നമ്മൾ സക്സസ്ഫുൾ ആവുന്ന കണ്ട് അത് പ്രതീക്ഷിച്ച് അത് ഇൻസ്പയർഡ് ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവനെ പോലെ ചെയ്യാം, അല്ലെങ്കിൽ അവൻ കണ്ടില്ലേ ഒരു ഷോർട്ട് ഫിലിം എടുത്ത് സിനിമയിൽ കയറി എന്നൊക്കെ പറഞ്ഞ് സിനിമയിലേക്ക്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ, സിനിമ മാത്രമല്ല ഏത് കാര്യമാണ് അതിനു വേണ്ടി ചെയ്യാൻ താല്പര്യമല്ല, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകളുടെ ഒരു പ്രതീക്ഷയാണ്. അപ്പൊ അവരുടെ ഒന്നും പ്രതീക്ഷ നശിപ്പിക്കാതിരിക്കുക. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, നമ്മൾ എവിടെ നിന്നും ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷൻ, സിനിമ വളരെ വേറൊരു വേൾഡായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും സിനിമയിലേക്ക് എത്തിപ്പെടുക, അതിൽ ഒരാളായിട്ട് മാറുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെ വന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രതീക്ഷകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് നമുക്ക് കഴിവിന്റെ പരമാവധി ട്രൈ ചെയ്തിട്ടാണ് ഓരോ സിനിമയും നമ്മൾ കൺസീവ് ചെയ്യുന്നതും ട്രൈ ചെയ്യുന്നതും എഫേർട്ട് ഇടുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് സിനിമയിൽ തിയേറ്ററിൽ ആൾക്കാർ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വരുന്ന മെയ് 12 മുതൽ നിങ്ങൾക്കെത്തുന്ന സിനിമാ കൊട്ടകങ്ങളിലെ ഗോതയിലേക്ക് നിങ്ങളെല്ലാവരെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. മറക്കാതെ കാണുവിൻ. അക്കാര്യം ഞാൻ ഏറ്റു. മറക്കരുത്. മറക്കില്ല. വരുവിൻ, ധൃതങ്ക പുളകിതരാകുവിൻ.